ഇങ്ങനെ വെക്ക്, ഇങ്ങനെ വെക്ക്. പിടിച്ചാൽ മതിലേല്. അമ്മ പേടിച്ചു പോയി. അമ്മേനെ ഇഷ്ടമാണോ? എന്തോരം ഇഷ്ടമുണ്ട്? സത്യം? അമ്മ കോട്ടയത്ത് പോണോ? എവിടെ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതായിരുന്നു. എനിക്ക് വീണ്ടും അത്ര സുഖമൊന്നുമില്ല. കാരണം നമ്മുടെ ചാക്കോച്ചനെ ഇന്ന് ഒന്നും കൂടെ പേടിപ്പിച്ചു. എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതേ രാവിലെ ഞാൻ ഇന്ന് കുറച്ചും കൂടെ നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദോശയാണ്. നമ്മൾ മാവ് കുറച്ച് അധികം അരച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ദോശയും തക്കാളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇതേ സബോളയും തക്കാളി ചട്നിയും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ രാവിലെ 11 മണി മേളാങ്കം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പാച്ചുവിന് സ്കൂളിൽ പോകേണ്ടത് തന്നെ. അവരെല്ലാം ഒരു 8:45 വന്നു. എല്ലാവരും ജോയിൻ്റായി. അപ്പോൾ ഞാൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ വന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാച്ചുവിന് കുട്ടി ദോശ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് കേട്ടോ അവന് കുട്ടി ദോശ ഉണ്ടാക്കി നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തു വിടുന്ന കേട്ടോ. അവന് ഇഷ്ടമാണ്, കഴിക്കും കേട്ടോ. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള മാവ് എന്ത് ചെയ്യുന്നു വെച്ചാൽ നാളെ കഴിഞ്ഞ് അത് ഊത്തപ്പമാക്കി മാറ്റും. അപ്പോൾ നമ്മൾ കുറച്ചധികം ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഗുണം അതാണ്. 3 ടൈപ്പിലുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാം. അങ്ങനെ അതേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഡോൺ ചേട്ടൻ തോമുവിനെ കൊണ്ട് ബബിൾസിലേക്ക് പോവുകയാണ്. അപ്പോൾ ചാച്ച ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഡോൺ ചേട്ടനെ വിട്ടു. അപ്പോൾ ഞാൻ ഓർത്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിന്ന് ശരിക്കും ഫസ്റ്റ് തൊട്ടെടുത്ത പാലും പാത്രം തൊട്ടുള്ളത് എനിക്ക് കഴുകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകി വെക്കാം, ഇവൻ അപ്പോഴത്തേനും ഉറങ്ങും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇവരെ ഒന്ന് വിട്ടിട്ട് അപ്പോഴത്തേനും അപ്പയും മോനും പോവാൻ വന്നു കേട്ടോ. ഇന്ന് ഗേറ്റ് തുറക്കാൻ ചാക്കോച്ചനും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇന്നലെ തൊട്ട് നല്ല നമ്മൾ ആ വയറുവേനുള്ള സമയത്ത് തന്നെ കരഞ്ഞ് തൊണ്ടയ്ക്കൊരു പിടുത്തവും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു കരഞ്ഞിട്ടുള്ളതാണെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ്റെ ചുമ കേട്ടിട്ട് വലിയ കുഴപ്പം എനിക്കും തോന്നിയില്ലായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങി. സത്യം പറഞ്ഞാൽ അവൻ ഉറങ്ങിയപ്പോൾ ഞാൻ ഓർത്തു ഇനി എൻ്റെ കാര്യങ്ങൾ ചെയ്യാം. ഇന്നലെ എടുത്ത തുണി അങ്ങനെ ആ ബെഡേ കിടപ്പുണ്ട്, അത് മടക്കി എടുക്കണം, സ്റ്റാൻഡിൽ കിടക്കുന്ന തുണി മടക്കണം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് പ്ലാൻ ചെയ്തിരുന്നതാണ് കേട്ടോ. അതേ അവർ പോകാൻ നേരത്താണ് അപ്പുറത്ത് നമ്മുടെ നോബിലേട്ടൻ വന്നപ്പോൾ അവരോട് വർത്താനം പറഞ്ഞിട്ട് ചച്ച ബൈ ബൈ പറഞ്ഞ് പോവാണ്. അടുത്ത സെറ്റ് ആൾ പോകാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ പാച്ചുകുട്ടിന് ഇന്ന് ബാക്ക് ടു സ്കൂളാണ്. അപ്പോൾ അപ്പയുടെ വിളിയും കാത്തിരിക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ ഓച്ചിൻ്റെ റൂമിൽ വന്ന ഫുൾ ഗവേഷണങ്ങളാണ്. അപ്പോൾ അതേ പാച്ചുവിൻ്റെ ഫോൺ ബേബിക്ക് ഇട്ട് കൊടുത്തിട്ട് ബേബിയോട് കണ്ടോളാൻ പറയുകയാണ്. ബേബിക്ക് പക്ഷേ അത് കാണണ്ട, വായിലിട്ടാൽ മതി. അങ്ങനെയാണ്. അപ്പോൾ അതേ പോകുന്നതിന് തൊട്ട് മുമ്പ് അപ്പനെ വിളിച്ച് കാണിക്കും അമ്മ. അപ്പോൾ അപ്പയെ വർത്താനം പറഞ്ഞാൽ അപ്പയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് പിന്നെ അപ്പയുടെ മുമ്പിൽ കിടന്ന് ഭയങ്കര ഷോയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് ചാക്കോച്ചിനെ ഉറക്കാം എന്ന് പറഞ്ഞിട്ട് ചാക്കോച്ചിനെ ഉറക്കിക്കൊണ്ട് കിടത്തി. അപ്പോഴും ചെറിയൊരു ചുമയുണ്ടെങ്കിൽ അവിടെ പിന്നെ ഇവൻ കൈ വായിലിട്ടിട്ട് ചുമയ്ക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ തുപ്പലും നെറുകയിൽ കയറുക, അല്ലെങ്കിൽ കൈ വായിലിട്ട് കുത്തുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഡ്രൈ കഫ് വരുന്നത്. അവൻ്റെ ഇന്നലെ കണ്ട രീതിയിൽ കേട്ടോ. അവൻ അല്ലെങ്കിലും വായിൽ കയറിയിട്ട് ചുമയ്ക്കൽ കുറച്ച് കൂടുതൽ. അപ്പം നമുക്ക് സത്യമായിട്ടുള്ള ചുമ ഏതാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. സത്യം എന്ന് പറഞ്ഞാൽ കുറേ വാക്കുകൾ വരുന്നുണ്ടല്ലേ. അപ്പം ഞാനത് വിട്ടു. പക്ഷേ ഇവനെ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മേളിൽ കൊണ്ട് കിടത്തിയിട്ടായിരിക്കും താഴെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വരിക. എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. മമ്മി അപ്പോഴത്തേനും അവനെ ഉറക്കി തന്നു. അങ്ങനെ ഞാൻ ഉറക്കിയിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചാക്കോച്ചൻ ഭയങ്കര ചുമ തുടങ്ങി. ഞാൻ വീഡിയോ കോൾ വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ലേറ്റ് ആക്കിയില്ല, ഡോക്ടറെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് പോണത് ദയയിലേക്കല്ല, നമ്മുടെ തോമസ് ആൻ്റണി എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് ഇവിടെ. നടത്തറയിൽ ക്ലിനിക്കുണ്ട്, പിന്നെ MMC ഹോസ്പിറ്റലിൽ ഇരിക്കുന്നുണ്ട്, പിന്നെ പുള്ളിയുടെ വീട്ടിലും ക്ലിനിക്കുണ്ട്. നമ്മൾ ഏത് സമയത്ത് വിളിച്ച് എന്താണ് കാര്യം, അല്ലെങ്കിൽ എന്താണ് കുട്ടിക്ക് അസുഖം വരണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാം, ലക്ഷണങ്ങൾ ചോദിക്കും. ഇപ്പം ചുമയുടെയൊക്കെ നമ്മൾ ശരിക്കും ചെന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനൊരു 11:45 MMCയിൽ ഉണ്ടാവും, വന്നോളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് തോമുൻ്റെ മെയിൻ ഡോക്ടറായിരുന്നു. തോമുന് എന്തെങ്കിലും വന്ന് പോയിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്തേ പോയിട്ടുള്ളൂ നമ്മൾ കൂടുതൽ ഭാഗവും. അങ്ങനെ ചാക്കോച്ചൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു കഫിൻ്റെ കാര്യമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഡോൺ ചേട്ടനും ഹബ്ബിന്ന് ദുർദിരമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ MMCയിലും. അപ്പോൾ മമ്മിയും പറഞ്ഞു അതായിരിക്കും എളുപ്പമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ഡോൺ ചേട്ടൻ വന്ന് റെഡിയായി. ഞങ്ങളിതേ MMC ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒരു കുട്ടി ഹോസ്പിറ്റലാണ്, പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ മറ്റേ കാർഡിയോളജിസ്റ്റ് ഇട ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കോട്ടിങ്സ് എനിക്ക് ഇഷ്ടമായി കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇരുത്തി പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ മരുന്ന് വാങ്ങിക്കാൻ ഇറങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നലെ അവന് വാക്സിൻ എടുത്തല്ലോ, അതിൻ്റെ ഇത് കാണും, പിന്നെ കരഞ്ഞതും ഒക്കെ. ചെസ്റ്റ് എന്തായാലും ക്ലിയർ ആണ്, എന്നൊരു സിറപ്പ് കൊടുത്ത് നോക്ക്. ഇപ്പം ആൻറ്റിബയോട്ടിക്സ് സ്റ്റോപ്പ് ആയതല്ലേ ഉള്ളൂ, അപ്പോൾ വെറുതെ പിന്നെയും കൊടുക്കണ്ട, 2 ദിവസം നമുക്ക് സിറപ്പ് കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞോട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്തേ പാച്ചുക്കുട്ടൻ വന്നു കേട്ടോ. പാച്ചുക്കുട്ടൻ നിന്ന് വന്നത് 2 സ്റ്റാറും കൊണ്ടാണ്, ഒന്ന് ഫേസിലും ഉണ്ട് ഒന്ന് കയ്യിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പത്രാസം ഉണ്ട് കേട്ടോ, നല്ല രീതിക്ക് പത്രാസം ഉണ്ട്. അപ്പോൾ അമ്മാമ്മയുടെ വക വിഷസും ഒക്കെ കിട്ടിയതേ പാച്ചുവിൻ്റെ തൊപ്പി ചാക്കോച്ചൻ വെച്ച് നോക്കുകയാണ്, കണ്ണടയൊക്കെ വെച്ച്. ഇന്ന് ഡാഡി കൊണ്ടുപോയതാണ് വെയിലത്ത് വരുമ്പോൾ വെക്കാനായിട്ട്, പക്ഷേ പാച്ചു വെക്കാൻ സമ്മതിച്ചില്ലെന്നാണ് ഡാഡി പറഞ്ഞത്. അതിനിടയ്ക്ക് ഡോൺ ചേട്ടൻ എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചു, എല്ലാം റെഡിയായിരുന്നു, മീൻകറി, ചെമ്മീൻ വറുത്തത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോൺ ചേട്ടൻ ഇരുന്ന് കഴിക്കുകയാണ്. ചാക്കോച്ചനെയും പാച്ചുവിനെയും അവിടെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. പാച്ചു ഭയങ്കര ബിസിയാണ് അവിടെ, അത് നോക്കിയിരിക്കുന്ന ചാക്കോച്ചൻ. പാച്ചു ഓരോ നമ്മുടെ നടയിൽ അവിടെയുള്ള ഷെൽഫ് തുറന്നിട്ട് ഓരോ സാധനങ്ങളും എടുത്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു വഴക്ക് പറയണോ എന്ന് ചോദിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു ഒന്നും നോക്കണ്ട, വഴക്ക് പറഞ്ഞോന്ന് പറഞ്ഞു. ഓടിച്ച് ഞാൻ. അപ്പോൾ അവൻ അടച്ചു വെച്ചിട്ട് കുഷ്യനുകൾ എടുത്ത് താഴെ ഇടാൻ തുടങ്ങി. പാച്ചുവിൻ്റെ മെയിൻ സാധനമാണ് കുഷ്യൻസ് വെച്ച് കളിക്കുക എന്നുള്ളത്. ബേലി പോലെ ഉണ്ടാക്കുക, അതിൻ്റെ മുകളിൽ കയറി കിടക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവനൊരു കുട്ടി കുറുമ്പ് പോലെ കാണിക്കൂട്ടോ. നമ്മൾ പറയുമ്പോഴത്തേന് എന്നാ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രസമാണ്, അവൻ്റെ കളികൾ കാണാൻ ഭയങ്കര രസമാണ്. ഇതെല്ലാം ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ കൂമ്പാരം പിന്നെ മറ്റേ ബ്രിക്സ് പോലെ അടുക്കി വെക്കും, അങ്ങനെയൊക്കെയാണ്. അതെ അവിടെ ഒരു വലിയൊരു ഗുഹ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി അവിടെ അങ്ങോട്ട് വീഴുക. അപ്പോൾ ചാക്കോച്ചൻ നോക്കുകയാണ് ഈ പാച്ചു ചേട്ടൻ ഇതെന്ത് പറ്റി, ഞാനെന്നാ മഞ്ചാടി കാണാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേനും അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടാണ് ഈ കോപ്രായങ്ങൾ മൊത്തം കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ വിഭ്രാന്തിയിൽ പാച്ചു തലങ്ങും വിലങ്ങും നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിംപിളിനോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും വീഡിയോസ് എടുത്ത് തന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ അപ്പോഴും ചാക്കോച്ചൻ മരുന്ന് കുടിച്ചിട്ട് ഉറങ്ങുമെന്നായിരുന്നു. എവിടെ, ആര്, എപ്പോ? അങ്ങനെ ഡോൺ ചേട്ടൻ വന്നിട്ട് പാച്ചുവിൻ്റെ ലീലാവിലാസങ്ങൾ ഇട്ടത് എന്താടാന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാച്ചുവിന് ഒന്നുകൂടെ ആവശ്യം, ഡോണും ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്തോ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം കുട്ടി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ പോകുന്നതിനുള്ള ചങ്ക് പൊട്ടിയുള്ള കരച്ചിലാണ് കേട്ടോ. ചങ്ക് പൊട്ടി എന്ന് വെച്ചാൽ ഭയങ്കര, ഇപ്പം ഞാനൊന്നും മാറിയാലും പക്ഷെ എന്നെക്കാളും കൂടുതൽ ഡോൺ ചേട്ടൻ പോകുമ്പോഴാണ് റിയാക്ഷൻ ഫുൾ കാണിക്കുക കേട്ടോ. അപ്പം പാച്ചു സമാധാനിപ്പിക്കുകയാണ്, ഞങ്ങളുടെ മാടപ്രാവാണ് സമാധാനിപ്പിക്കാൻ. പക്ഷെ അവനെ സമാധാനിപ്പിക്കാൻ നോക്കിയാൽ നമുക്ക് പറ്റില്ല, അത് വേറെ കാര്യം. അപ്പോഴാണ് ടി വിയിൽ താറാവിൻ്റെ പാട്ട് വന്നത്, അതുകൊണ്ട് അപ്പയോട് പൊക്കോളാൻ പറഞ്ഞു. കുട്ടി മൈൻഡ് പോയെന്ന് ചെയ്തു, നീ പൊക്കോ, ഞാൻ ഇത്രയും കരഞ്ഞിട്ട് എന്നെ തിരിഞ്ഞു നോക്കാതെ പോയില്ലേ. അപ്പോൾ ആ നട്ടപ്പുറ വെയിലത്ത് ഡോൺ ചേട്ടനോട് ഗേറ്റ് തുറക്കാൻ പറഞ്ഞു. ഞാൻ ഗേറ്റ് തുറക്കാൻ പോയി. അങ്ങനെ ഡോൺ ചേട്ടൻ ഒന്നും പറഞ്ഞില്ല, ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി. ഞാൻ ആ വെയിലത്ത് പോയി നിന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇനിയും ചാക്കോച്ചനെ ഉറക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പോൾ പാച്ചുവിൻ്റെ കൂടെ നിന്ന് TV കാണുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അവനെ മുകളിലോട്ട് കൊണ്ടുവന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാമ്പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ചാക്കോച്ചനിപ്പോൾ പുതിയ പരിപാടിയാണ് കേട്ടോ, ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ഇവിടുന്ന് മുട്ടുകുത്തി നിന്നിട്ട് ആ കട്ടിലിൻ്റെ കമ്പിയിൽ കയറി പിടിക്കുക. എപ്പോഴാണ് തമ്പുരാനെ പോയി ഇടിക്കാന്ന് അറിയത്തില്ല. ഞാൻ ഓർത്തു പല്ല് വരാത്തതിന് ഇത്രയും ദിവസം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ മനസ്സിലായി ദൈവം അറിഞ്ഞുകൊണ്ട് പല്ല് കുറച്ച് ഡിലേ ആയിട്ട് വന്നാൽ മതി എന്ന് വെച്ചതാന്ന് തോന്നുന്നു. കാരണം തോമുനെ പോലെയല്ല, ഭയങ്കര വർക്കാണ്. ഞാൻ വിചാരിച്ചു അവൻ ഉറങ്ങും, എനിക്കൊന്ന് സമാധാനമായിട്ടിരുന്ന തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാം. എവിടെ, അവൻ പൂർവാധികം ശക്തിയോടെ ചുമച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ആൾക്ക് വയ്യ, മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ മനസ്സിൽ അവൻ ഉറങ്ങുമ്പോൾ ഞാൻ റെസ്റ്റ് എടുത്താലോ എന്നുള്ള ടെൻഷനാണ് എൻ്റെ 2 പിള്ളേർക്കും. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ടൊരു കാര്യമില്ലേ, മക്കളായി പോയില്ലേ, ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. അതിൽ സത്യം പറഞ്ഞാൽ അതൊക്കെ ഇപ്പം എൻജോയ് ചെയ്താലോ പിന്നെ ഇവരൊന്ന് ചെറുതാവുമോ എന്നായിരിക്കും നമ്മുടെ പ്രാർത്ഥന. അപ്പം മാക്സിമം ടൈം എൻജോയ് ചെയ്യാത്രേ ഉള്ളൂ. ചില സമയത്താണ് നമുക്കൊരു ഫ്രസ്ട്രേഷൻ പോലെ വരുന്നത്, പക്ഷേ എനിക്കെന്തോ ഉറങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്കെന്തോ റെസ്റ്റ് ഇല്ലാത്തെന്ന് തോന്നുന്നു. പക്ഷേ ദിസ് ഈസ് പാർട്ട് ഓഫ് ലൈഫ് എന്ന് ഞാൻ തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. കാരണം പിള്ളേരുടെ കാര്യം ഒഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റാതായി തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞ പോലെ. അപ്പോഴേക്കും ഇന്ന് ഡാഡി ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ തോമുവിനെ ട്വിസ്റ്റ് പോലെ കൊണ്ടുവന്നു. അപ്പോൾ തോമുൻ ഇതെന്താ പറയുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം കേട്ട് കാണും. തോമുൻ അതിനെന്ന് വെച്ചാൽ വന്ന ഉടനെ എന്തെങ്കിലും സൂത്രം, അല്ലെങ്കിൽ സൂത്രം എന്ന് പറയുന്നത് നമ്മൾ ചോക്ലേറ്റോ എന്തെങ്കിലും വേണം, അതിന് സൂത്രം എന്നാണ് എന്നോട് പറയുക. ഒരു ചാക്കോച്ചൻ ടോയ് എടുക്കാനായിട്ട് ആ പ്രഗ്നൻസി പില്ലോയ്ക്കകത്തുനിന്ന് ചാടി പുറത്തിറങ്ങുകയാണ്. മറ്റേത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ തുടയ്ക്കാൻ പോകുമ്പോഴൊക്കെ അവനെ ആ പ്രഗ്നൻസി പില്ലോയ്ക്കകത്ത് ഇട്ടിട്ടാണ് തുടയ്ക്കാൻ പോവുക. ഇനി അതും നടക്കില്ല, കാരണം അവന് അതിൽ നിന്നൊക്കെ ചാടി, ഇന്ന് ജസ്റ്റ് മിസ്സാണ്, വീഴാൻ പോയതാണ്, പിടിച്ച് വെച്ചതാണ്.
പിന്നെ തോമുവിനെ ചൊറിച്ചിലായി. തോമു വന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ഡൈനൻഡ്രോമയൊക്കെ കണ്ട് കിടക്കുന്നതാണ്. എവിടെ അവനെ കാണാൻ സമ്മതിച്ചിട്ടുണ്ട്. മുട്ടുകുത്തി എഴുന്നേറ്റ് എനിക്കറിയില്ല ഞാൻ ഇവനെ വെച്ച് ഇനി എന്ത് ചെയ്യും. എവിടെയും കിടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. കമ്പി പിടിച്ചിട്ട് ഇടിച്ചു, 2-3 പ്രാവശ്യം ഇടിച്ചെങ്കിലും ഒരു ചെറിയ ചീറ്റിൽ അതൊക്കെ കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. തോമുവിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തന്നെ മാക്സിമം അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. തോമു വന്നിട്ട് ഫ്രഷായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. ഇത് എവിടെങ്ങാനും പോയി ഇടിച്ചാൽ കഴിഞ്ഞു കച്ചവടം. അല്ലേ തന്നെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് നേരില്ല. അതിൻ്റെ കൂടെ പുതിയൊരു കേസും കൂടെ എനിക്ക് സത്യം പറയാലോ. ഇത് കണ്ടപ്പോൾ എൻ്റെ ചങ്കത്ത് തീയായിരുന്നു. എന്തെങ്കിലും ചെയ്യുന്ന അവനെ ബെഡേ കിടത്തിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ടായിരുന്നു. ഇനി അതും പറ്റില്ല എന്ന് ഓർത്തിട്ടാണ് എൻ്റെ ടെൻഷൻ. ഇത് കണ്ടോ നിങ്ങൾ, അവൻ കാണിക്കുന്ന കാട്ടായങ്ങൾ. എഴുന്നേറ്റ് പോയി നിന്നാണ് ആ കമ്പി പിടിക്കുന്നത്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിനക്ക് 8 മാസമേ ആയിട്ടുള്ളൂ, അതുപോലെ നീ പെരുമാറുന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആൾക്ക് തീരെ വയ്യ, അത് വേറെ വിഷയം. മൂക്ക് നല്ലവണ്ണം അടഞ്ഞിട്ടുണ്ട്. ചുമ സിവിയർ കഫ് തന്നെ, അതിലൊരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ല, ആ ശനിയും വെള്ളിയും നല്ല രീതിക്ക് അവൻ കരഞ്ഞിട്ടുണ്ട്. ത്രോട്ടിൽ നിന്നൊക്കെ സൗണ്ട് പൊട്ടി വരുന്ന പോലെയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഡയപ്പർ റാഷ് വന്നിട്ട് ആകെ പ്രശ്നമായിരുന്നു ആ ലൂസ് മോഷൻ്റെ സമയത്ത്. ഇപ്പോൾ ഭയങ്കര വ്യത്യാസമായിട്ടോ. അങ്ങനെ അതെ മുട്ടുകുത്തി എണ്ണിക്കുക, തോമു ചേട്ടൻ്റെ ദേഹത്തോട്ട് വീഴുക. അപ്പോൾ തോമുവിന് ചിരിയും വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അനിയനായി പോയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങ് സഹിച്ച് കിടക്കുക തന്നെ അവൻ. ഞാൻ പറഞ്ഞു, നീ അങ്ങോട്ട് മാറി കിടക്കുക, അപ്പോൾ അവൻ പൊക്കോളും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ എഴുന്നേക്കാൻ കുറേ നോക്കി. അവസാനം പിന്നെ എഴുന്നേറ്റ് വന്ന് പിടിക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി അവൻ പെട്ടെന്ന് പിടിച്ച് നിന്ന് നടന്നു പോകുമെന്ന് തോന്നുന്നു. വിട്ടാൽ ബസ് കയറി വല്ലയിടത്ത് പോവുകയും ചെയ്യും. അമ്മാരി സാമർഥ്യമാണ്. പോയി ഇടിക്കുന്നുണ്ട്. ഇനി അടുത്ത ആ വലിയ ഗ്യാപ്പിൽ പോയ ടൈലേ പോയായിരിക്കും ഇടിക്കുക. ഇനി ഇവിടെ എന്തിട്ട് വെച്ച് മൂടുക എന്നുള്ളത് എനിക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല കേട്ടോ. തോമുവിനെ ശല്യപ്പെടുത്തലാണ് ചാക്കോച്ചൻ്റെ മെയിൻ വിനോദം. അവൻ മിണ്ടാണ്ടിരിക്കുമ്പോൾ അവനെ പോയി ചൊറിയുക. അപ്പോൾ അവൻ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഇവനും ചൊറിയാറുണ്ടേ. അങ്ങനെ ഭയങ്കര ഒരു ന്യൂ സ്റ്റെപ്പിലേക്ക് ചാക്കോച്ചൻ വെച്ചു, ഒരു ചുമയോട് കൂടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇത് നോക്കിയിരിക്കില്ല. അവൻ ഉറങ്ങാൻ യാതൊരു ലക്ഷണങ്ങളും ഞാൻ കണ്ടില്ല. പിന്നെന്താ, ഞാനും കുത്തിയിരിക്കുക തന്നെ. എൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നത്തേൽ തോമു ഒന്ന് പതിവിലും ഭയങ്കര ബെറ്ററായിരുന്നു. സോ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. പക്ഷേ ചാക്കോച്ചൻ എന്നെ അവിടെയും തോപ്പിച്ചു എന്ന് പറയുന്നതാണ് സത്യം. എനിക്കറിയില്ല ചെക്കൻ ഇതെന്ത് ഭാവിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് തോമുന് തോന്നി ഇനി ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കണ്ടോന്ന്. അപ്പോൾ എന്തെങ്കിലും ഒരു കോമഡിയും കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരും. അവൻ പറയാണ്, എനിക്ക് തണുക്കുന്നുണ്ടോ, ശരി വെള്ളം തരുമോ, അതും തണുത്ത വെള്ളം വേണം കേട്ടോ. തണുക്കുന്നുണ്ട്, സോ തണുത്ത വെള്ളം വേണം, അങ്ങനെയാണ് പറയാറ്. അപ്പോൾ തോമു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേന് ചാക്കോച്ചൻ പുറകെ പോയി ചൊറിഞ്ഞു. അപ്പോൾ അവൻ തിരിച്ചൊന്ന് മാന്തി കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 6:15 ആയപ്പോൾ താഴെ ഇറങ്ങി വന്നിട്ട് തോമുവിനെ കളിക്കാൻ ഇറക്കി വിട്ടു. അപ്പോൾ മമ്മി ഇടയ്ക്ക് പറയും എന്നെ നിങ്ങൾ നേരത്തെ വിളിക്കണേന്ന്. പക്ഷെ ഞങ്ങളാരും മമ്മിയുടെ ഡീപ്പ് സ്ലീപ്പ് കണ്ടിട്ട് വിളിക്കാറില്ല. പക്ഷെ ഞാൻ ഇന്ന് വിളിച്ചു, കാരണം മമ്മിക്ക് ഉറക്കം കിട്ടാത്ത നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി എഴുന്നേറ്റോ, അവിടെ ഇരുന്നാലും സാരമില്ല, വേറൊരു കാര്യങ്ങൾക്ക് എഴുന്നേറ്റ് വന്നില്ലെങ്കിലും സാരമില്ല, ഉറങ്ങണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചായ വെക്കാം, അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഇന്നലെ നമ്മൾ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാത്രിത്തേനും ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇന്ന് നമ്മുടെ ചർച്ച എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ ടൈപ്സ് മമ്മി വീഡിയോയുടെ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഡ്രീം കളക്ഷൻസ് ഒന്ന് മോടി പിടിപ്പിക്കാമെന്ന് വെച്ചെങ്കിലും നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചുവടുപ്പ് പോലെ നടത്താം. ഇനിയിപ്പോൾ എനിക്ക് മൈക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മിക്ക് ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത് തന്നിട്ട് ഡ്രീം കളക്ഷനിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായ വെച്ചു. അപ്പോൾ തോമുന് വൈകുന്നേരം ഒരു ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞപ്പം ഓംലെറ്റ് എൻ്റെ കൂടെ ഇരുന്ന് ഉണ്ടാക്കി എന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. ആൾക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്കത് പ്രോത്സാഹിപ്പിച്ചാൽ നമുക്കതൊരു പണിയായിരിക്കും. കാരണം നമ്മുടെ കണ്ണ് തെറ്റിയാൽ ചിലപ്പോൾ അവർ തന്നെ കുക്ക് ചെയ്ത് നമുക്ക് തരും. അങ്ങനെ ഒരു 6:30 കഴിഞ്ഞപ്പോൾ നമ്മുടെ പാച്ചു ചേട്ടനും എഴുന്നേറ്റ് വന്ന് അവർ കളി തുടങ്ങി കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെല്ലാം എഴുന്നേക്കാനാണ് വെയിറ്റ് ചെയ്തിരിക്കാറ് മുകളിൽ. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് വേണ്ട, ഇറങ്ങി വരാം, കാരണം എല്ലാവരും ഉറങ്ങിയിട്ട് മറന്നു പോണു. അപ്പോൾ ഇത് പുതിയ കളക്ഷൻ ആട്ടോ, മമ്മീൻ്റെ ഡ്രീം കളക്ഷൻസിൻ്റെ. ഞാനത് ചുമ്മാ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ എടുത്താണ്. അങ്ങനെ ഇവരുടെ മേളാങ്ങാൻ തുടങ്ങി. പതിവ് പോലെ പാച്ചു സെറ്റി വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 പേരെയും ഒതുക്കി. തോമുവും ചാക്കോച്ചനും കോക്കോമലൻ കാണുകയാണ്. പാച്ചു അവിടെ ഒതുങ്ങിയിരുന്ന് ഫോൺ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്നായിരുന്നു 2 പേരും വ്ളോഗിങ്ങിലേക്ക് മാറി. ചാക്കോച്ചനാണെങ്കിൽ ദേഷ്യം വരെ, ചെക്കന്മാരെയും കൊണ്ട് ഞാൻ തോറ്റു, ഒരു ശല്യം, അവനൊരു സമാധാനം കൊടുക്കത്തില്ല 2 പേരും.
അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചാക്കോച്ചന് കുറുക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറുക്കൊക്കെ കൊടുത്തിരുന്ന അവൻ ഉറങ്ങിയിട്ടില്ലല്ലോ കാര്യമായിട്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം. ഇനി എനിക്ക് കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്, മരുന്ന് കൊടുക്കണം. അപ്പോൾ മമ്മിയുടെ ഓർണമെൻറ്റ്സ് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എടുത്തു കൊടുക്കേണ്ടി വരില്ല, അവർ തന്നെ എടുത്തോളും. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചാക്കോച്ചന് കുറുക്കുകൾ കൊടുത്തു. കുറച്ച് കഴിച്ചു. ഇപ്പോൾ മധുരമില്ലാത്ത കൊടുക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല, എന്നാലും വയറ് നിറയ്ക്കാൻ വേണ്ടി 2-3 സ്പൂൺ കുടിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ കൊച്ചിൻ്റെ ഭക്ഷണമൊക്കെ നമ്മുടെ പാച്ചു വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കളിമേളം തന്നെയാണ്, പിന്നെ പറയണ്ടല്ലോ. ഇവരുടെ വ്ളോഗിങ് കാരണം നമ്മളാട്ടപ്പെടുക. അപ്പോൾ ഇതേ ഡോൺ ചേട്ടൻ വന്ന് തോമോനെ കുളിക്കാൻ വിളിച്ചെങ്കിലും തോമോ പോയില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുളിച്ച് സെറ്റപ്പാക്കി വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഡിമ്പിൾ ഇവിടെ നാളെ രാവിലത്തേക്കുള്ള ബീഫ് കറി വെക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ചക്ക വരട്ടി കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ കോട്ടയം സ്റ്റൈൽ ചക്കയൊന്ന് വരട്ടി കൊടുത്താണ്. ഡോൺ ചേട്ടനാണ് ആസ്വദിച്ച് കഴിച്ച ആൾ, കാരണം ഇവരെല്ലാവരും അലുവ കഴിച്ചായിരുന്നു. പിന്നെ ഡിമ്പിൾ കഴിക്കില്ല. അപ്പോൾ ഞാൻ രാത്രിത്തേന് മാമ്പഴം മുറിച്ച് വെച്ചതാണ്. അപ്പോൾ തോമൻ അത് കണ്ടപ്പോൾ മാമ്പഴം വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ തന്നെ നീ കഴിച്ചോന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഫോർക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് അവിടെ ഇരുന്ന് കഴിച്ചോളും. പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 1 by 1 ഇന്ന് നമ്മൾ ഡൈനിങ് ടേബിളല്ല ഇരുന്ന് കഴിച്ചത്, ഹാളിൽ തറയിലിരുന്നാണ് ഞാൻ കഴിച്ചത്. കുറേ നാളുകളായി അങ്ങനെയൊക്കെ കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതെ കഴിച്ച് ഞാൻ പിള്ളേരെ കൊണ്ട് മുകളിൽ ചാക്കോച്ചനെയൊക്കെ കുളിപ്പിച്ചെടുത്തു. അവരെ ഓർക്കാൻ ഡോൺ ചേട്ടനെ കൊടുത്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് വരുന്നു. ചാക്കോച്ചൻ ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പം ഒരു ടെൻഷൻ വേണ്ടല്ലോ, നമ്മൾ ടെൻഷൻ അടിക്കുന്ന കുറേ പേര് നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ ചാക്കോച്ചൻ്റെ കാര്യത്തിൽ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അന്വേഷിക്കുന്നതിനും ഒക്കെ. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വ്ളോഗിൽ കാണാം കേട്ടോ.